60-70 കാലഘട്ടം. രാമൻ എന്ന ചെറുപ്പക്കാരന് താനൊരു ഗ്രാമവാസിയാണ്. അവിടുത്തെ ഒരു ജ്യോതിഷൻ പറഞ്ഞു കൊടുത്തു, തനിക്ക് പെണ്ണ് കെട്ടിക്കൊള്ളാൻ വയ്യ. ആർക്കാണ്? ഈ രാമന്. തനിക്ക് പെണ്ണ് കിട്ടുന്നില്ല, തനിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പെണ്ണിനെ കിട്ടുന്നില്ല. അപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, നിന്റെ കയ്യിൽ കുറച്ച് പലഹാരങ്ങളുമായിട്ട് നീ തെക്ക് പടിഞ്ഞാറ് ദിക്കിലേക്ക് നടക്കൂ. നീ അങ്ങ് നടന്നു. ഗ്രാമമല്ലേ, പഴയ കാലത്തെ ഗ്രാമം. അങ്ങനെ ഇയാൾ നടക്കുക, തെക്ക് പടിഞ്ഞാറ് ദിശയിലൂടെ നടക്കുകയാണ്. അങ്ങനെ കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന ഒരു പശുവിനെ കണ്ടു. പശു. അപ്പോൾ ആ പശുവിന് തൻ്റെ കയ്യിലുള്ള കുറച്ച് പലഹാരങ്ങളൊക്കെ അതിനെ കഴിക്കാൻ കൊടുത്തു. പശു സ്നേഹമാണല്ലോ, മാതൃ സ്നേഹമാണല്ലോ, അമ്മയെ പോലെയാണല്ലോ പശു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ രാമൻ്റെ കൂടെ ഈ പശു നടന്നു. എങ്കിലും ഈ പശു ഈ രാമനെ നയിച്ചത് പിന്നീട് വടക്ക് പടിഞ്ഞാറ് ദിക്കിലൂടെ ആയിരുന്നു. അങ്ങനെ വടക്ക് പടിഞ്ഞാറ് ദിക്കിലൂടെ നടന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ അലങ്കാരമൊക്കെ ചെയ്ത് വെച്ചിരുന്ന ഒരു വീട്. പക്ഷേ പുറത്തു നിന്നവരൊക്കെ വളരെ വിഷമത്തിൽ കണ്ടു. അങ്ങനെ രാമൻ ചെന്ന് ചോദിച്ചു, ഇവിടെ വളരെ രസകരമായിട്ടൊക്കെ എല്ലാം ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, എന്താണ് നിങ്ങളെല്ലാം ദുഃഖിതരായിട്ടിരിക്കുന്നത്? കാരണം അന്ന് ആ നിമിഷം അപ്പോൾ അവിടെ ആ വീട്ടുടമസ്ഥൻ്റെ മകളുടെ വിവാഹം നടക്കേണ്ടതായിരുന്നു. പക്ഷേ ദുർഭാഗ്യവശാൽ ഉദ്ദേശിച്ചിരുന്ന ആ പയ്യന് സുഖമില്ലാതാവുകയും അവൻ മരണത്തിന് വിധേയമാവുകയും ചെയ്തു. അങ്ങനെ ആകെ ദുഃഖത്തിൽ ഇരിക്കുകയാണ് ഈ കുടുംബം. തൻ്റെ മകളുടെ വിവാഹം നിശ്ചയിച്ചു, എല്ലാ അലങ്കാരങ്ങളും എല്ലാം ഒരുക്കി കഴിഞ്ഞു. അപ്പോഴാണ് രാമൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച അവിടുത്തെ ഒരു പ്രായത്തിൽ മുതിർന്ന ഒരു അദ്ദേഹം ഈ പെൺകുട്ടിയുടെ അച്ഛനോട് വിവരങ്ങൾ ധരിപ്പിക്കുകയും തൻ്റെ മരുമകനായിട്ട് ഈ രാമനെ സ്വീകരിക്കുകയും ചെയ്തു എന്നൊരു പഴയ കഥ. അപ്പോൾ എന്തായാലും നമ്മുടെ ഫുങ്ഷുവേ വാസ്തുശാസ്ത്രം അനുസരിച്ച് തെക്ക് പടിഞ്ഞാറ് എന്നത് ആരോഗ്യകരമായ ദാമ്പത്യ ജീവിതം നൽകുന്ന ബെഡ്റൂം എന്നുള്ള സ്ഥാനം, വടക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോഴത്തേക്ക് സാമൂഹികമായിട്ടുള്ള നല്ല മനുഷ്യരെ ആകർഷിക്കാനുള്ള അവസ്ഥ ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ശാസ്ത്രം, വാസ്തുശാസ്ത്രം. എന്തായാലും നിങ്ങൾക്ക് ഫുങ്ഷുവേ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെ സമീപിക്കാം. ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട് വാസ്തുശാസ്ത്രത്തിൽ, വാസ്തു അക്കാഡമിയിൽ തന്നെ. ഫുങ്ഷുവയൊക്കെ നമ്മൾ 2003-2004 തന്നെ ധാരാളം സർട്ടിഫിക്കറ്റ്സ് നേടിക്കഴിഞ്ഞു. ജ്യോതിഷത്തിലും എനിക്ക് ഡിപ്ലോമയുണ്ട്. NACTET അംഗീകൃത ജ്യോതിഷഭൂഷണമാണ് ഞാൻ. നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സിലാണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ആസ്ട്രോളജി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഫുങ്ഷുവേ വാസ്തു ഒക്കെ ഉള്ളത്. മുഖത്തലയിലാണ് നമ്മുടെ NP സ്കൂൾ ഓഫ് തോട്ട്സ്. 9605743596 ആണ് എൻ്റെ നമ്പർ. നിങ്ങളുടെ ജ്യോതിഷ ഉപദേശങ്ങൾക്കും വാസ്തുപരമായിട്ടുള്ള പരിഹാരങ്ങൾക്ക് എന്നെ സമീപിക്കാം. എന്നാൽ കൊല്ലം അയത്തിൽ മെഡിട്രീന ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റും കൂടിയാണ്. നിങ്ങൾ എൻ്റെ സേവനം നേടൂ. ജീവിതം ധന്യവും പുണ്യവുമാക്കി തീർക്കുക, സന്തോഷമുള്ളതാക്കി തീർക്കുക. നന്ദി. വരിക.